പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വീണ്ടും നമ്മൾ പോകുന്നത് വാർത്തകളുടെ തിരക്ക് പിടിച്ച സമയത്തിലേക്കാണ്. വിശദമായ വാർത്തകളിലേക്കാണ്. ഷൈൻ ടോം ചാക്കോ തന്നെയാണ് ഇന്നും വാർത്തയിലെ താരം. ഇന്ന് ഷൈൻ പോലീസിന് മുന്നിൽ ഹാജരാകും. എന്നിട്ട് എന്തിനാണ് അത്ര സാഹസികമായി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയത് എന്ന കാര്യം പോലീസിന് മുന്നിൽ വിശദീകരിക്കും എന്നാണ് കുടുംബം അറിയിക്കുന്നത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാവുകയാണ്. ഒരുക്കങ്ങൾ തുടങ്ങും മുമ്പ് തന്നെ അവിടെ ചെറിയ പ്രശ്നങ്ങളുമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു സമവായം ഉണ്ടാക്കാം UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് എന്ന ആലോചനകളൊക്കെ അവിടെ പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ വിശദമായ വാർത്തകളിലേക്ക് നമുക്ക് പോകും മുമ്പ് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ഹോട്ടലിൽ നിന്ന് ചാടിപ്പോയ ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിലേക്ക്. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഹാജരാകാൻ നിർദ്ദേശം. ഹാജരാകുമെന്ന് അച്ഛൻ. ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളുമായി എറണാകുളം പോലീസ്. ആരാകും പുതിയ പോലീസ് മേധാവിയെന്ന് വൈകാതെ അറിയാം. സംസ്ഥാന സർക്കാർ നൽകിയ പട്ടിക കേന്ദ്രത്തിന്റെ പരിഗണനയിൽ. സീനിയോറിറ്റിയിൽ മുന്നിൽ നിതിൻ അഗർവാളും റവാഡ ചന്ദ്രശേഖറും MR അജിത് കുമാറും പട്ടികയിൽ. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചൂടേറുന്നു. VS ജോയ്ക്കായി PV അൻവറിന്റെ സമ്മർദ്ദം ശക്തം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ മാധ്യമങ്ങളോട് മിണ്ടില്ലെന്ന് അൻവർ. തീരുമാനം എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമെന്ന് AP അനിൽകുമാർ. ഇടത് സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആലോചിക്കാൻ CPM യോഗം ഇന്ന്. സ്വതന്ത്ര പരീക്ഷണം ആവർത്തിക്കാൻ സാധ്യതയേറെ. വനിതാ CPOമാരുടെ പ്രതീക്ഷ അസ്തമിച്ചു. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് അവസാനിക്കുന്നു. സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം തുടരുന്നു. ₹2000 കൂടുതലുള്ള UPI ഇടപാടിന് GST ഈടാക്കുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതം. സ്ഥിരീകരണവുമായി കേന്ദ്ര ധനമന്ത്രാലയം. GST ഉള്ളത് വ്യാപാരികൾക്കുള്ള ഡിസ്കൗണ്ടിന് മാത്രം. വിശദമായ വാർത്തകൾ നോക്കാം. ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയ നടൻ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാൻ പോലീസ്. ഉച്ചയ്ക്ക് 3 മണിക്ക് എറണാകുളം നോർത്ത് പോലീസിന് മുന്നിൽ ഹാജരാകുമെന്നാണ് ഷൈന്റെ അച്ഛൻ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് പോലീസ് നടന്റെ തൃശൂരിലെ വീട്ടിലെത്തി നോട്ടീസ് നൽകിയത്. ബുധനാഴ്ച രാത്രിയാണ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ചാക്കോ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയത്. നവമി ദിനേശ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. നവമി, ഗുഡ് മോർണിംഗ്. ഏതാണ്ടൊരു ഷൈൻ ടോം ചാക്കോ സിനിമ പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ. അതായത് ഒരു കാര്യവുമില്ലാതെ ഒരാൾ ഇറങ്ങി ചാടി ഓടി അതിസാഹസികമായി പോകുമ്പോൾ ഇപ്പം കുരുക്ക് എന്തിനാണ് ഓടിയതെന്ന് വിശദീകരിക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, എന്തെങ്കിലും കള്ളത്തരം ഉണ്ടായിരുന്നോ എന്നൊക്കെ വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ ഇന്നലെ പോലീസിന് മുന്നിൽ കുടുംബം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇന്ന് ഷൈൻ ടോം ചാക്കോ കേരളത്തിൽ ഇല്ലെന്നാണ് ഇന്നലെയൊക്കെ നമുക്ക് കിട്ടിയിരുന്ന സൂചനകൾ. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ശ്രീജ, എന്തായാലും ഇന്ന് ഷൈൻ ടോം ചാക്കോയുടെ ഓട്ടം നോർത്ത് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്കായിരിക്കും. പോലീസിന് മുന്നിൽ ആ ഓട്ടം നിന്നേ മതിയാകൂ. എന്തിനാണ് അന്ന് ഡാൻസ് ഓഫ് സംഘത്തെ കണ്ടപ്പോൾ ഇറങ്ങി ഓടിയതെന്നിൽ കൃത്യമായിട്ടൊരു വിശദീകരണം ഷൈൻ ടോം ചാക്കോയ്ക്ക് നൽകിയേ മതിയാകൂ. അതിൽ ആ ഒരു മറുപടിയിൽ തൃപ്തരല്ല എങ്കിൽ വരും ദിവസങ്ങളിലും ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ കൂടിയാണ് പോലീസിന്റെ തീരുമാനം. കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പം ചില രേഖകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ CCTV ദൃശ്യങ്ങളാണ്. ഈ ഹോട്ടലിലെ അന്ന് ഷൈൻ ടോം ചാക്കോയെ കാണാൻ ആരൊക്കെ വന്നു എന്നതിൽ കൃത്യമായിട്ടുള്ളൊരു CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് അതിൽ നിന്നായിരിക്കും ഷൈൻ ടോം ചാക്കോയോട് പ്രധാനമായുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അതോടൊപ്പം ഷൈന്റെ ചില കോൾ ലിസ്റ്റുകളിലെ സംശയാസ്പദമായ ചില ആളുകളെയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കും. അന്ന് ഷൈൻ ടോം ചാക്കോയെ ഹോട്ടലിൽ ആരൊക്കെ സന്ദർശിച്ചു എന്നും ഉള്ള ലിസ്റ്റൊക്കെ പോലീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും ഷൈൻ ടോം ചാക്കോയിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു മറുപടി തേടി തന്നെയാണ് പോലീസ് ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് ഹാജരാകണമെന്നാണ്, നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടത്. സിറ്റി ACP ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുക. പക്ഷേ വൈകിട്ട് 3 മണിക്ക് മാത്രമേ ഹാജരാകാൻ
വരികയുള്ളൂ എന്നാണ് ഷൈന്റെ പിതാവ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഷൈൻ ഇപ്പോൾ തമിഴ്നാട്ടിൽ ആണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ നിന്ന് എത്തേണ്ട ഒരു ദൂരം അത് കുടുംബത്തിന് പോലും അറിയില്ല ഷൈൻ ഇപ്പോൾ എവിടെയാണെന്ന്. കേരളത്തിന് പുറത്താണെന്ന് മാത്രമാണ് കുടുംബത്തിനും അറിയാവുന്നത്. ഇപ്പോൾ സഞ്ചരിച്ച് എത്തേണ്ട ഒരു സമയം, അതുകൊണ്ട് ഒരു 3 മണി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഷൈൻ ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരാകുക എന്നാണ് കുടുംബം പറയുന്നത്. പക്ഷെ അത് നമുക്കറിയില്ല. ചിലപ്പോൾ രാവിലെ തന്നെ ഷൈൻ ഹാജരായേക്കാം. ഷൈനാണ് എന്താണ് എപ്പോഴാണ് പ്രവർത്തിക്കുന്നത് ആർക്കും അറിയില്ല. അങ്ങനെ എന്തായാലും രാവിലെ 10 മണി മുതൽ തന്നെ പോലീസ് സംഘം ഷൈൻ ടോം ചാക്കോനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി എന്താണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് പറയാനുള്ളതെന്നാണ് ഉറ്റുനോക്കേണ്ടത്. ഈ മറുപടിയിൽ അത് തൃപ്തമല്ലെങ്കിൽ മാത്രമായിരിക്കും തുടർ നടപടികളിലേക്കൊക്കെ പോലീസ് കടക്കുക. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ മറ്റ് കേസുകളൊന്നും ഇല്ലാത്തതിനാൽ എന്തിനോടി എന്ന ചോദ്യത്തിനായിരിക്കും പോലീസ് പ്രധാനമായും ഉത്തരം തേടുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇന്നലെ നേരെ ഷൈന്റെ വീട്ടിലെത്തിയാണ് പോലീസ് സംഘം നോട്ടീസ് കൈമാറിയത്. ആ നോട്ടീസ് നൽകിയതിനു ശേഷമാണ് പോലീസിനോട് 3 മണിക്ക് ശേഷം ഷൈൻ ഹാജരാകുമെന്ന മറുപടി പിതാവ് നൽകിയത്. ഒപ്പം കുടുംബം പറയുന്നത് ഷൈൻ ടോം ചാക്കോയെ കഴിഞ്ഞ 10 വർഷമായി വേട്ടയാടുകയാണ്, തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന തരത്തിലുള്ള വിശദീകരണമാണ്. പക്ഷെ അപ്പോഴും ഉള്ള സംശയം, അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് രാത്രി 10:30 ഹോട്ടലിൽ നിന്നും പോലീസ് സംഘത്തെ കണ്ടപ്പോൾ ഇറങ്ങി ഓടിയത്? 2 സംശയങ്ങളാണ് പോലീസിനുള്ളത്. ഒന്നെങ്കിൽ ഷൈന്റെ കയ്യിൽ ലഹരി ഉണ്ടായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ഷൈൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാകും. ഇതുകൊണ്ടായിരിക്കും ഒരു പരിശോധനയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസ് പേടിച്ചായിരിക്കും ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയതെന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. അതിലെന്തായാലും ഒരു കൃത്യത ഇന്ന് അറിയാൻ കഴിയും. 2 അഭിഭാഷകരെ, ക്രിമിനൽ അഭിഭാഷകരുടെ നിയമോപദേശം ഷൈൻ ടോം ചാക്കോ തേടിയിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി പഠിച്ച് തന്നെയായിരിക്കും ഇന്ന് പോലീസിന് മുന്നിലും ഷൈൻ ടോം ചാക്കോ ഹാജരാകുക. ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ശേഷം തുടർ നടപടികൾ അത് ഏത് വിധത്തിലാകുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. പോലീസ് എന്തായാലും ആദ്യം ഷൈൻ ടോം ചാക്കോയെ കിട്ടട്ടെ, ചോദ്യങ്ങൾ ചോദിക്കട്ടെ. അതിൽ സംതൃപ്തരാണെങ്കിൽ മറ്റ് നടപടികളൊന്നും ഉണ്ടായിരിക്കില്ല. എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെയും തീരുമാനം. ശരി നവ്യ, അത് ഒരു സൈഡിൽ പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഷൈനെതിരെ ഒരു പരാതി വിൻസി അലൂഷ്യസ് നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ എന്ത് നടപടികളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് അറിയേണ്ടത്. അത് അമ്മയുടെ ഒരു റിപ്പോർട്ട് ഇന്നലെ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവർക്കും ഷൈനോടൊന്നും സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ആരോപിതനായ വ്യക്തിയോട് സംസാരിക്കാതെ റിപ്പോർട്ട് കൊടുക്കാനും കഴിയില്ലല്ലോ. അതൊന്ന്. ഫിലിം ചേംബറിന്റെ നടപടികൾ മറ്റൊരു വശത്ത്. ആ ഫിലിം ചേംബറിന് മുന്നിൽ ഒരുപക്ഷെ തിങ്കളാഴ്ച ഷൈൻ ഹാജരായേക്കും, എന്നിട്ട് വിശദീകരണം നൽകിയേക്കും എന്നൊക്കെയുള്ള വാർത്തകൾ ഇന്നലെ പുറത്തു വന്നിരുന്നല്ലോ. അത്തരം ചർച്ചകൾ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ശ്രീജ, തിങ്കളാഴ്ചയാണ് ഫിലിം ചേംബറിന്റെ യോഗം ചേരുക. ആ യോഗത്തിലായിരിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കാം എന്നതിൽ ഒരു തീരുമാനമുണ്ടാകുക. കഴിഞ്ഞ ദിവസം ഫിലിം ചേംബറുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് താൽക്കാലികമായെങ്കിലും ഷൈൻ ടോം ചാക്കോയെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താനായിരിക്കും തീരുമാനം. കാരണം ഒരു പരാതിയാണ് നടി നൽകിയത്, അത് ഗുരുതരമായിട്ടുള്ള പരാതി. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതി വരുന്നത് ഇതാദ്യമായിട്ടുമല്ല, മുൻപുമൊക്കെ പല തവണ പരാതി നൽകിയിട്ടുണ്ട്. അതിലൊന്നും നടപടി എടുത്തിട്ടില്ല. പക്ഷെ ഇത് സർക്കാർ കൂടി ഇടപെട്ട സ്ഥിതിക്ക് അല്ലെങ്കിൽ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് സിനിമാ സംഘടനകളിലും തീരുമാനിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടുകൂടി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് യോഗം ചേരും. യോഗത്തിലായിരിക്കും തീരുമാനമെടുക്കുക. താൽക്കാലികമായിട്ടെങ്കിലും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുക. ഇപ്പോൾ നടക്കുന്ന പ്രോജക്റ്റുകൾ അത് സിനിമാ നിർമ്മാതാവും സംവിധായകരും തീരുമാനമെടുത്തിട്ട് ഷൈനെ മാറ്റി നിർത്തുന്നെങ്കിൽ നിർത്തിക്കോട്ടെ, അല്ലാതെ പുതിയ പ്രോജക്റ്റുകൾ ഷൈനുമായി സൈൻ ചെയ്യണ്ട എന്നൊരു തീരുമാനത്തിലേക്കായിരിക്കും, അങ്ങനെ ഒരു നിർദ്ദേശമായിരിക്കും ഈ സിനിമാ മേഖലയിലുള്ളവർക്ക് ഈ ഫിലിം ചേംബർ നൽകുക. മറ്റൊന്ന്, ഈ സൂത്രവാക്യം സിനിമയുടെ ICC കംപ്ലൈന്റ്, ആ സിനിമയിലായിരുന്നു ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായതെന്നാണ് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയത്. ആ ഒരു ഘട്ടത്തിൽ ആ സിനിമയുടെ ICC കംപ്ലൈന്റിന് മുന്നിൽ തിങ്കളാഴ്ച ഷൈൻ ടോം ചാക്കോ ഹാജരാകുമെന്നാണ് കുടുംബം പറയുന്നത്. പക്ഷെ അപ്പോഴും ഷൈൻ ടോം ചാക്കോയുടെ മറുപടി ഇതുവരേക്കും ലഭ്യമായിട്ടില്ല. കുടുംബം പറയുന്നത് ഈ ഏത് അന്വേഷണവുമായി ഷൈൻ തീർച്ചയായും സഹകരിക്കുമെന്നാണ്. അങ്ങനെയാണ് ഇന്നും പോലീസിന് മുന്നിൽ ഷൈൻ ടോം ചാക്കോ എത്തുമെന്ന് കുടുംബം പറഞ്ഞ് മാത്രമാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ തിങ്കളാഴ്ചത്തെ ICC കമ്മിറ്റിക്ക് മുന്നിലും ഷൈൻ ടോം ചാക്കോ ഹാജരാകുമെന്ന് തന്നെയാണ് അച്ഛൻ ഇന്നലെയും പ്രതികരിച്ചിരിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ കംപ്ലൈന്റ് ഈ കമ്മിറ്റിക്ക് മുന്നിൽ ഷൈൻ എത്തി എന്ത് മറുപടിയാണ് അവിടെ നൽകുന്നത് എന്നതും ഏറെ നിർണായകമാണ്. കാരണം കൃത്യമായിട്ടുള്ള പരാതിയാണ് നടി സിനിമാ സംഘടനകൾക്ക് നൽകിയത്. അമ്മ സംഘടനയെ സംബന്ധിച്ച് വിൻസി അതിൽ അംഗമല്ലെങ്കിൽ കൂടിയും സഹപ്രവർത്തക എന്ന നിലയ്ക്ക് വിൻസിക്ക് നേരിട്ട ദുരനുഭവം അതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായതിനെ തുടർന്നാണ് ഷൈൻ ടോം ചാക്കോയുടെ വിശദീകരണം തേടുന്നതിന് വേണ്ടി അമ്മ ബന്ധപ്പെട്ടത്. പക്ഷേ ഷൈൻ ടോം ചാക്കോ ഫോൺ എടുക്കുന്നില്ല, എവിടെയാണെന്ന് മറ്റു വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. കുടുംബം പറഞ്ഞത് ഇന്നലെ തന്നെ അമ്മയ്ക്ക് മറുപടി നൽകുമെന്നാണ്. പക്ഷേ ഈ നിമിഷം വരെ മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മൾ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ടവരോട് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത്. എന്തായാലും ഉടനെ തന്നെ മറുപടി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറുപടി ലഭിച്ചാലും ഇല്ലെങ്കിലും കാലതാമസമില്ലാതെ, അതായത് തിങ്കളാഴ്ചയോടുകൂടി തന്നെ അമ്മയുടെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു താൽക്കാലിക കമ്മിറ്റിയാണ് ഇപ്പോൾ അമ്മയിൽ പ്രവർത്തിക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് അധികാരമൊന്നും ഇല്ല ഒരു തീരുമാനമെടുക്കാൻ. ജനറൽ ബോഡി ആണെങ്കിൽ കൂടുന്നത് പോലും ഇനി സമയം കിടക്കുന്നുണ്ട്. അപ്പൊ ഏത് ഒരു തീരുമാനത്തിലേക്കൊന്നും പോകാൻ എന്തായാലും അമ്മയ്ക്ക് കഴിയില്ല. പക്ഷെ ഫിലിം ചേംബർ എന്തെങ്കിലും നടപടി എടുക്കുമോ എന്നതാണ് അക്കാര്യത്തിലുള്ള ആകാംക്ഷ. എന്തായാലും ഇന്നത്തെ ദിവസം ഉദ്വേഗം മുഴുവൻ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ എങ്ങനെയായിരിക്കും ഷൈൻ വരിക, എന്തായിരിക്കും ഷൈൻ്റെ സ്റ്റൈൽ എന്നൊക്കെ കാണാൻ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. എന്തിനാണ് ഹോട്ടലിൽ നിന്ന് അത്ര സാഹസികമായ ഒരു ഓട്ടം നടത്തിയത് എന്നതുകൂടി ഷൈൻ ഇന്ന് പോലീസിന് മുന്നിൽ വിശദീകരിക്കും. ശരി, നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. ഒറ്റ പേരിലേക്ക് എത്താനുള്ള ചർച്ചകൾ വഴിമുട്ടിയതോടെ UDFന്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് അനിശ്ചിതത്വത്തിലായി. VS ജോയ്ക്ക് വേണ്ടി PV അൻവർ നടത്തുന്ന സമ്മർദ്ദ നീക്കത്തിന് മുന്നിൽ വഴങ്ങില്ല എന്ന നിലപാടിലാണ് ആര്യാടൻ ഷൗക്കത്ത്. അനുനയ നീക്കത്തിന് ഹൈക്കമാൻഡ് പ്രതിനിധികൾ നിലമ്പൂരിലെത്തുമെന്നാണ് സൂചന. അതിനിടെ PV അൻവറുമായി KPCC അധ്യക്ഷൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും. അതേസമയം UDF പ്രഖ്യാപനം വരും വരെ മാധ്യമങ്ങളോട് ഇനി ഒരു പ്രതികരണത്തിനില്ല എന്ന നിലപാടിലാണ് PV അൻവർ ഉള്ളത്. മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകരിൽ നിന്നുള്ള വ്യക്തി എന്ന നിലയ്ക്ക് തനിക്ക് ഒരു ഡിമാൻഡ് റിക്വസ്റ്റായാണ് താൻ ജോയുടെ പേര് മുന്നോട്ട് വെച്ചതെന്നാണ് അൻവറിന്റെ പക്ഷം. ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നിലമ്പൂർ ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മോടൊപ്പം ചേരുന്നത് PV അൻവറാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ താങ്കൾ കാരണമാണല്ലോ. എങ്ങനെയാണ് ഇതുവരെയുള്ള സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത്? ഇതുവരെയുള്ള സാഹചര്യങ്ങൾ വളരെ അനുകൂലമാണ്. കേരളത്തിലെ പൊതുവായ ഒരു ഭരണവിരുദ്ധ വികാരം, അതിലപ്പുറം ഒരു ആൻറ്റി പിണറായി വികാരം നന്നായിട്ടുണ്ട്. പിണറായിസത്തിൻ്റെ കുടുംബാധിപത്യം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോടൊപ്പം കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളികളും സഖാക്കളുമാണ്. അവരുടെ ഒരു മാനസികമായ പിന്തുണ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉയർത്തിയ വിഷയങ്ങൾ, അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, എന്നെ വോട്ട് ചെയ്ത് എന്നെ MLA ആക്കിയ, എന്നെ ആക്കിയ ജനമാണ് നിലമ്പൂരിലുള്ളത്. അവരോട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഡിസ്കസ് ചെയ്യേണ്ടതും പറയേണ്ടതുമുണ്ട്. അങ്ങനെയൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് അതിൻ്റെ യഥാർത്ഥ ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ നടക്കുകയും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടിയും അത് അവർ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതോട് കൂടിയിട്ട് വലിയ ഭൂരിപക്ഷത്തിന് UDFന്റെ സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചു. തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങയുടെ UDF പ്രവേശനമാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് അതിൻ്റെ ഒരു സാധ്യത കാണുന്നുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള ഒരു? അല്ല, സ്വാഭാവികമായിട്ട് അതിൻ്റെ മുകളിലൊരു സീരിയസ് ഡിസ്കഷൻ, ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. അത് അവർ തീരുമാനിക്കട്ടെ. അത് അവരാണല്ലോ പഠിക്കേണ്ടത്, അവർ പറയേണ്ടത്. നീണ്ടു പോകുന്നൊരു അവസ്ഥ അല്ല, നീണ്ടു പോകുന്ന അവസ്ഥയൊന്നുമില്ല. കാരണം നമ്മൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ ഇനിയും 5-8 മാസം, 6-7 മാസങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഉള്ളിലായിട്ടുള്ള അതിനൊരു തീരുമാനം വരും എന്ന് തന്നെയാണ് കണക്ക്. തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ ഇടതുപക്ഷം ഇവിടെ അവരുടെ പ്രചാരണമൊക്കെ നടത്തുന്നത് അവർ ഭരണത്തിലിരിക്കുമ്പോൾ കൊണ്ടുവന്ന വികസനങ്ങളാണ് ചർച്ചയാവുന്നത്. PV അൻവർ എന്ന വ്യക്തിയല്ല, ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന വികസനങ്ങളാണ്. ഏറ്റവും അവസാനമായിട്ട് ബൈപ്പാസിന് തന്നെ കഴിഞ്ഞ ദിവസമാണ് 227 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് വന്നത്. ആ വിഷയത്തിലൊക്കെ അങ്ങ് MLA ആയിരിക്കുമ്പോൾ ഒരുപാട് ഇടപെട്ടതാണ്, നമ്മൾ സംസാരിച്ച വിഷയമാണ്. എങ്ങനെയാണ് ആ പ്രചാരണങ്ങളെ കാണുന്നത്? അല്ല, ആ പ്രചരണത്തെ ഇപ്പോൾ അവിടുത്തെ ഈ സ്ഥലം അക്വയർ ചെയ്യപ്പെട്ട ജനങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നതിനെക്കാട്ടിലും യാഥാർത്ഥ്യം എന്താ അവർ പറഞ്ഞത്? ഈ 227 കോടി, അതിന് മുമ്പ് ഒരു 150 കോടി, അതിന് മുമ്പ് ഒരു 120 കോടി, അതിന് മുമ്പ് ഒരു 100 കോടി, കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് ഒരുപാട് കോടികൾ വന്നിട്ടുണ്ട്. ഈ കോടിയൊക്കെ എവിടെ? അപ്പോൾ മുഹമ്മദ് റിയാസ് PWD മന്ത്രിയായതിനു ശേഷമാണ് നിലമ്പൂരിൻ്റെ വികസനങ്ങൾ മുഴുവൻ തടസ്സപ്പെട്ടത്. അതിൻ്റെ കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്, അത് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോഴേ ഞാൻ പറയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും 2016, 2021 വലിയ വികസനം നടത്താൻ സാധിച്ചിട്ടുണ്ട്. ആ വികസനം നടത്തി 21-26 കാലഘട്ടത്തിൽ രണ്ടാം പിണറായി ഗവൺമെൻറ് റിയാസിൻ്റെ വരവോട് കൂടിയിട്ടാണ് നിലമ്പൂരിൻ്റെ വികസനങ്ങൾ പൂർണ്ണമായി തടസ്സപ്പെടുന്നത്. ബൈപ്പാസ് മാത്രമല്ല, ഹോസ്പിറ്റലിൻ്റെ വികസനം തടസ്സപ്പെട്ടിട്ടുണ്ട്,
മലയോര ഹൈവേ തടസ്സപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കോളേജിൻ്റെ വിഷയം, സർക്കാർ കോളേജിൻ്റെ വിഷയം, മേജർ പ്രൊജക്റ്റുകൾ മുഴുവൻ തടസ്സപ്പെടുകയും പണം കിട്ടാതെ പോവുകയും ചെയ്തു. അതെന്തുകൊണ്ട്? അത് ജനങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട്. അത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മൾ നിങ്ങൾ പലപ്പോഴും പി വി അൻവർ വീണ്ടും മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. എങ്ങനെ കാണുന്നത്? അല്ല, അങ്ങനെ ഒരു ചർച്ച വന്നിരുന്നു, അങ്ങനെ ഒരു ഡിസ്കഷനും വന്നിരുന്നു. എന്നെ സംബന്ധിച്ച് ഇനിയത് ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് ഞാൻ മത്സരിക്കാറുള്ളത് ശരിയല്ല. ഞാൻ അവിടുത്തെ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ, ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ വരുന്നത്. അപ്പോൾ അത് നമ്മളൊരു വഞ്ചനാത്മകമായ ഒരു നിലപാടായിട്ടാണ് ആളുകൾ ഇപ്പം ഇനി എന്തൊക്കെ അതിൽ വസ്തുതയുണ്ടെങ്കിൽ പോലും. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ മത്സരിക്കില്ല. ഞാൻ ആ പറഞ്ഞെടുത്ത് നിൽക്കും. പറഞ്ഞെടുത്ത് 2026 മത്സരിക്കും. അത് ഉറപ്പല്ലേ, മത്സരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ രാഷ്ട്രീയമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മത്സരിക്കും. അതാണ് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം ചില രാഷ്ട്രീയ കാര്യങ്ങളുമാണ് പി വി അൻവർ പങ്കുവച്ചത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. അതേസമയം നിലമ്പൂരിൽ UDF ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം നേടുമെന്ന് AP അനിൽകുമാർ. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം അന്തിമ തീരുമാനം എടുക്കുന്നത് എല്ലാ വശങ്ങളും ആലോചിച്ച ശേഷമാവുമെന്നും അനിൽകുമാർ പറഞ്ഞു. നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന്റെ അടിത്തറ തന്നെ തകർന്ന നിലയിലാണെന്നും അനിൽകുമാർ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിലും നിലമ്പൂർ ഇതിനോടകം തന്നെ പ്രചരണ ചൂടിലാണ്. നമ്മോടൊപ്പം ചേരുന്നത് കോൺഗ്രസിൻ്റെ പ്രചരണ ചുമതലയുള്ള KPCC രാഷ്ട്രീയ സമിതി അംഗം AP അനിൽകുമാറാണ്. പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു, ചുമരെഴുത്ത് തുടങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി ആരാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി എന്നാണ് പ്രവർത്തകരൊക്കെ പറയുന്നത്. എങ്ങനെയാണ് സാഹചര്യം? അല്ല, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാന്നുള്ളത് കൂടെ ഉണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തുക എന്നുള്ളതാണ്. അത് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ ഉടനെ സ്ഥാനാർത്ഥി വരും. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം ഞങ്ങൾ മുന്നോട്ട് പോയി. അൻവറിനെ കൊണ്ട് ഇടതുപക്ഷം നേടിയെടുത്ത മണ്ഡലം അൻവറിലൂടെ UDF തിരിച്ചെടുക്കുകയാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം അംഗീകരിക്കാൻ കഴിയും? ഞാൻ പറയട്ടെ, അതിനകത്ത് UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു അന്തരീക്ഷം ഉണ്ട്. യഥാർത്ഥത്തിൽ നിലമ്പൂർ എന്ന് പറയുന്ന UDFൻ്റെ ഒരു സീറ്റാണ്. അത് ചില കാരണങ്ങൾ കൊണ്ടാണ് 2016-ലും 2021-ലും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല അടിത്തറയുണ്ട്. അപ്പോൾ അതുകൊണ്ട് UDFന് ശക്തമായിട്ട് വിജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. സ്വാഭാവികമായും PV അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ കൂടി ആകുമ്പോൾ അതിനകത്ത് കുറേ കൂടി ഒരു ജനകീയമായ ഒരു പിന്തുണ വരാനുള്ള സാധ്യത ഉണ്ട്. നല്ല സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാമോ UDFന് അനുകൂലമായിട്ട്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, UDFന് സ്വന്തമായി തന്നെ വിജയിക്കാൻ കഴിയുന്നൊരു അന്തരീക്ഷമുണ്ട്. അപ്പോൾ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളും അൻവറിൻ്റെ ഒരു പിന്തുണ കൂടി, ആരുടെ പിന്തുണ വന്നു കഴിഞ്ഞാൽ UDFന് ഗുണകരമാണല്ലോ. അപ്പോൾ അൻവറിൻ്റെ പിന്തുണ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഗുണകരമായി മാറുന്ന കാര്യം തർക്കമില്ല. അൻവർ രാജിവെച്ച സമയത്ത് തന്നെ തൻ്റെ പിൻഗാമിയായിട്ട് UDF ജോയിയെ പരിഗണിക്കണമെന്നൊരു അഭിപ്രായം മുന്നോട്ട് വച്ചിരുന്നു. അതേ ഒരു ആവശ്യത്തിൽ അൻവർ പലപ്പോഴും ഉറച്ചു നിൽക്കുന്നതായിട്ടുണ്ട്. അങ്ങനെ ഒരു സമ്മർദ്ദം അൻവറുടെ ഭാഗത്ത് നിന്ന് കോൺഗ്രസിന് ഒരിക്കലുമില്ല. അത് കോൺഗ്രസ് തീരുമാനിക്കും. UDF നേതാക്കളുമായി ചർച്ച ചെയ്യും, കോൺഗ്രസ് തീരുമാനിക്കും, കോൺഗ്രസ് അത് പ്രഖ്യാപിക്കും. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ അത് സമ്പൂർണ്ണമായിട്ട് അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ഞങ്ങൾ എല്ലാ വശങ്ങളും ആലോചിച്ച് ആ തീരുമാനം എടുക്കും. രണ്ട് പേരുകളാണ് ഇപ്പോഴും പറഞ്ഞത്, നരേന്ദ്ര ഷൗക്കത്തിൻ്റെയും VSGയുടെയും. ഏതൊക്കെ ഘടകങ്ങളാണ് പരിഗണിക്കുക? അല്ല, അത് നിങ്ങളിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് കാര്യങ്ങൾ പോകേണ്ടതെന്ന് നേതൃത്വം അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സമയമായി കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ സിറ്റിംഗ് കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നല്ല, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. അൻവറിൻ്റെ അഭിപ്രായം കൂടി ഒരു ചർച്ചയിൽ വരാൻ സാധ്യതയുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത്തരം കാര്യങ്ങളിലൊക്കെ പാർട്ടിയുടേതായ തീരുമാനങ്ങൾ എടുക്കും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ. അപ്പോൾ അത് എല്ലാ ഘടകങ്ങളും, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും പരിശോധിക്കും. അതിൽ തർക്കമില്ല. മറുവശത്ത് ഇടതുപക്ഷത്തിനാണെങ്കിൽ ഇത്തവണ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പോലും അവർ ചർച്ചകൾ UDF പ്രഖ്യാപിക്കട്ടെ എന്നൊരു നിലപാടിലാണെന്നാണ് അറിയുന്നത്. എങ്ങനെ കാണുന്നു സാഹചര്യം? അല്ല, LDFനെ സംബന്ധിച്ചിടത്തോളം പല പേരുകൾ നിങ്ങൾ കൊടുത്തതായി കാണുന്നുണ്ട്. അവർ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്ന പേരാണെന്ന് അറിയില്ല, നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളിൽ കാണുന്നുണ്ട്. ഞാനും മനസ്സിലാക്കുന്ന യഥാർത്ഥത്തിൽ ഒരു പേര് നിലമ്പൂർ പോലെയുള്ളൊരു മണ്ഡലത്തിൽ CPMന് മുൻകാലങ്ങളിലൊക്കെ അടിത്തറയുണ്ടായിരുന്ന ഒരു മണ്ഡലം, സഖാവ് കുഞ്ഞാലിയുടെ മണ്ഡലം. ആ മണ്ഡലത്തിൽ ഇന്ന് ഒരു പേര് പറയാൻ ഇല്ല എന്ന് പറയുമ്പോൾ CPM എത്രമാത്രം അവിടെ താഴോട്ട് പോയി എന്നതിൻ്റെ തെളിവാണത്. അവർക്ക് എടുത്തു പറയാവുന്ന നേതാക്കൾ ഇന്ന് നിലമ്പൂർ നിയോജകമണ്ഡലത്തിലില്ല. ഒരു പേര് പോലും അങ്ങനെ എടുത്തു പറയാവുന്ന കേൾക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ റൗണ്ടിൽ തന്നെ നിങ്ങൾക്കറിയാം, ഒരു പേര് പോലും പറയാൻ കഴിയാത്ത
ഒരു മുന്നണിയാണ് LDF മുന്നണി. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിലും അതൊക്കെ പ്രതിഫലിക്കും. വലിയ മുന്നേറ്റം ഉണ്ടാവും. UDF വലിയ മാറ്റം ഇടതുപക്ഷത്തിന് അടിത്തറയിളക്കിയിട്ടുണ്ടാവും അവിടെ. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും അതിനകത്ത് മുൻകാലങ്ങളിലുള്ള ഒരു അടിത്തറയൊന്നും അവർക്കില്ല. അത് 2016 ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതും അൻവർ അവിടെ വിജയിച്ചപ്പോഴും UDFന്റെ അടിത്തറയിലുണ്ടായ വിള്ളലല്ല, മറ്റു ചില കാര്യങ്ങളാണ് അൻവറിൻ്റെ വിജയത്തിലേക്ക് നയിച്ചത്. അതുപോലെ 2021 ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2000-ഓളം വോട്ടുകൾക്കാണ് പ്രകാശ് തോൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് UDFന്റെ അടിത്തറയ്ക്ക് ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല. ഇത്തരം തോൽവികളൊക്കെ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായതാണ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ബോധ്യമാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ കോൺഗ്രസിൽ ആരെങ്കിലും വിമതരായിട്ട് മാറി നിൽക്കുന്ന ഒരു പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിനുള്ളത്. അങ്ങനെ ഒരു സാധ്യത എവിടെയെങ്കിലും കാണും? ഇതൊരു സാധ്യതയെങ്കിലും ഉണ്ടാകും? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇടതുപക്ഷത്തിന് എന്തും പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് അവർക്ക് ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാത്തപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് സ്ഥാനാർത്ഥിയെ കിട്ടുക എന്നുള്ളതാണല്ലോ അവരാലോചിക്കുന്നത്. അവർക്കത് ആഗ്രഹിക്കാം, വ്യാമോഹിക്കാം. UDF ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകും. കോൺഗ്രസ് ഒരു വിമതൻ പോവില്ല അല്ലേ? കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട്, ഞാൻ UDF എന്ന് പറഞ്ഞാൽ അവിടെ കോൺഗ്രസ് ആണല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെതായ നേതാക്കളൊക്കെ ഒറ്റക്കെട്ടായി ആരാണോ സ്ഥാനാർത്ഥിയായി വരുന്നത് അവരെ പിന്തുണയ്ക്കാൻ എല്ലാവരും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2021 കോൺഗ്രസിലെ തന്നെ വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്യാത്തതുകൊണ്ടാണ് ഈ രണ്ട് തോൽവി ഉണ്ടായതെന്നാണ് ഒരു വിലയിരുത്തലുണ്ടായിട്ടുള്ളത്. ഇത്തവണ അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടാകുമോ? ഞാൻ പറഞ്ഞല്ലോ, പൊതുവികാരം. ഞാൻ അവിടെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിലമ്പൂരുണ്ട്. സാധാരണ പ്രവർത്തകരുടെ വികാരം കഴിഞ്ഞ 9 വർഷമായി ഒരു MLA UDFന് ഇല്ലാത്തതിൻ്റെ പേരിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു UDF MLA ഉണ്ടാവണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു വികാരത്തിലാണ് അവിടെ ഉള്ളത്. ഇത്തവണ ആ വികാരം പ്രവർത്തന രംഗത്ത് ഇപ്പോഴേ നമ്മൾ കണ്ടു തുടങ്ങി. പ്രചരണ പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചു. ഞങ്ങളുടെ 1-2 റൗണ്ടുകൾ വർക്ക് പല രീതിയിൽ നടന്നു. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഒത്തൊരുമയും കൂട്ടായ പ്രവർത്തനം ഉണ്ടാവും. സ്ഥാനാർത്ഥി ആരായാലും മികച്ച ഭൂരിപക്ഷം പ്രതീക്ഷിക്കാം. വളരെ വലിയ ഭൂരിപക്ഷം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ വലിയ ഭൂരിപക്ഷമാവും ഇത്തവണ UDFന് ലഭിക്കുക. അതാണ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം UDFന്റെ സ്ഥാനാർത്ഥി ആരായാലും നിലമ്പൂരിൽ നേടുമെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. അഖിലോട്ട് പറഞ്ഞൊപ്പം CV അനുമോദ്, News 18. വിവരങ്ങളുമായി CV അനുമോദും ഡാൻ കുര്യനും ചേരുന്നു. ആദ്യം അനുമോദ്, അവിടുത്തെ 2 നേതാക്കൾ PV അൻവറിന്റെയും AP അനിൽകുമാറിന്റെയും വേർഷൻസ് പറഞ്ഞ സ്ഥിതിക്ക് തിരുവനന്തപുരത്തേക്ക് പോവാം. ഡാൻ കുര്യനുണ്ട് തിരുവനന്തപുരത്ത്. ഡാൻ, UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. അവിടെ ഒരു UDF മണ്ഡലം തന്നെയാണ്. അൻവർ എഫക്റ്റ് ആയിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നതെങ്കിൽ അൻവർ കൂടെ നിൽക്കുമ്പോൾ വിജയം ഉറപ്പാണ്. പക്ഷേ അവിടുത്തെ പ്രാദേശികമായി മറ്റൊരു പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. അത് അൻവറിന്റെ ശക്തിയാണോ അതോ അവിടെ ഇത്രയും കാലം മത്സരിച്ച ആര്യാടൻ ഷൗക്കത്തിന്റെ ശക്തിയാണോ വിജയിക്കുക എന്നത് ആദ്യം അറിയേണ്ടതുണ്ട്. അവർ തമ്മിലുള്ള തർക്കം പരിഹരിച്ചാലേ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് ഒറ്റക്കെട്ടായി ഒരു പ്രവർത്തനം പോലും സാധ്യമാവൂ. ഏത് തരത്തിലാണ് സംസ്ഥാന നേതൃത്വം ഈ വിഷയങ്ങളെയൊക്കെ നോക്കിക്കാണുന്നത്? ശ്രീജ, ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഒരു ഒറ്റ പേരിലേക്ക് എത്താൻ കോൺഗ്രസ് നേതൃത്വത്തിനോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്ന കമ്മിറ്റിക്ക് ഒന്നും എത്തപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതായത് PV അൻവർ ഈ രാജിവെച്ചൊഴിയുന്ന സമയം മുതൽ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം, തനിക്ക് പിൻഗാമിയായി VS ജോയി അവിടേക്ക് സ്ഥാനാർത്ഥിയായി UDF പരിഗണിക്കണമെന്നതാണ് തന്റെ ആഗ്രഹമെന്ന് പറയുമ്പോഴും ആദ്യഘട്ടം മുതൽ കോൺഗ്രസ് നേതാക്കൾ പൂർണ്ണമായി ഈ വാക്കുകൾ അൻവർ പറയുന്ന വാക്കുകളെ പൂർണ്ണമായി അങ്ങ് ഉൾക്കൊണ്ടിരുന്നില്ല. അതായത് UDFന്റെ സ്ഥാനാർത്ഥി ആരാകണമെന്ന കാര്യം PV അൻവർ അല്ല തീരുമാനിക്കുന്നത്, അതിന് പാർട്ടിയുടെ സംവിധാനം ഉണ്ട് എന്ന തരത്തിലുള്ള പരാമർശങ്ങളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും ഈ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ ഉണ്ടായേക്കുമെന്ന ചർച്ചകൾ തുടങ്ങിയതിന് പിന്നാലെയാണ് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വലിയ വാർത്തകളായി മാറാൻ തുടങ്ങിയത്. അതായത് സ്ഥാനാർത്ഥിയാകണം എന്ന ആഗ്രഹത്തിൽ DCC അധ്യക്ഷൻ കൂടിയായ VS ജോയിയും മുൻ സ്ഥാനാർത്ഥി കൂടിയായിരുന്ന ആര്യടൻ ഷൗക്കത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇരുവരും ഇതുവരെ തയ്യാറായിട്ടില്ല. KPCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുമുള്ള AP അനിൽകുമാർ ഉൾപ്പെടെ ഇരുവരുമായും വെവ്വേറെയും ചർച്ച നടത്തിയെങ്കിലും ഒരു വിട്ടുവീഴ്ച മനോഭാവം ഇരു നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതാണ് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. അതായത് ആര്യടൻ ഷൗക്കത്തിന് മുമ്പിൽ പല ഓഫറുകളും വെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ കുറഞ്ഞ ഓരോ ഓഫറും അംഗീകരിക്കാൻ ആര്യടൻ ഷൗക്കത്ത് തയ്യാറായിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ ആര്യടൻ ഷൗക്കത്തിന്റെ നീക്കങ്ങളെ ഇടത് കേന്ദ്രങ്ങൾ വളരെ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് UDFന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം
LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയുള്ളൂ എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നത്. ഏതെങ്കിലും തരത്തിൽ ആര്യടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഷൗക്കത്തിന്റെ ഭാഗത്തു നിന്നൊരു പ്രകോപനപരമായ തീരുമാനം ഉണ്ടായേക്കും എന്ന് വിലയിരുത്തുന്ന ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രകോപനപരമായ നീക്കം ഷൗക്കത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹൈക്കമാൻഡ് നേതൃത്വം തന്നെ ഈ വിഷയത്തിൽ ഇടപെടാൻ ഒരുങ്ങുന്നത് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ദീപദാസ് മുൻഷി ഇക്കാര്യങ്ങൾ ഇരു നേതാക്കളുമായി ചർച്ച നടത്തുമെന്നായിരുന്നു വിവരം. പക്ഷേ അതിനുശേഷം അവർക്കും ഈ വിഷയത്തിൽ ഒരു കൃത്യമായ പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയാതെ വരുന്ന പശ്ചാത്തലത്തിലാണ് ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ ഇവരുമായി രണ്ടുപേരുമായും ചർച്ച നടത്തും എന്ന കാര്യം അറിയുന്നത്. അതോടൊപ്പം PV അൻവർ ഇന്നലെ നടത്തിയ പരസ്യ പ്രസ്താവനയിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ആ കാര്യം KPCC അധ്യക്ഷൻ K സുധാകരന്റെ PV അൻവറിനെ നേരിട്ട് അറിയിക്കുമെന്നാണ് സൂചന. അങ്ങനെയാണെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ KPCC അധ്യക്ഷൻ K സുധാകരൻ PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന സൂചനകളുണ്ട്. അതിനിടയിലാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ യോഗം അടിയന്തരമായി നിലമ്പൂരിൽ വെച്ച് നാളെ വിളിച്ചു ചേർക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. ഈസ്റ്റർ ദിനമാണ്. പക്ഷേ എന്നിട്ടുകൂടി ഇങ്ങനെയൊരു യോഗം നാളെ രാവിലെ നിലമ്പൂരിൽ വെച്ച് തൃണമൂൽ കോൺഗ്രസ് ചേരുന്നത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള തുടർ നിലപാട് സ്വീകരിക്കണമെന്ന കാര്യം അടക്കം ചർച്ച ചെയ്യാനാണ് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. എന്തായാലും കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ ഒരു അനിശ്ചിതത്വത്തിലാണ്. കൃത്യമായ ഒരു ഒറ്റ പേരിലേക്ക് എത്താൻ നേതൃത്വത്തിന് കഴിയാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ദേശീയ നേതൃത്വം വിഷയത്തിൽ ഇടപെടാനൊരുങ്ങുന്നത്. ശരി, CV അനുമോദ് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, വാസ്തവത്തിൽ CPM-നേക്കാൾ വലിയ പ്രതിസന്ധി കോൺഗ്രസിൽ അല്ലെങ്കിൽ UDF-ൽ തന്നെയാണുള്ളത്. അത് അൻവറിന്റെ സ്വാധീന ശക്തിയാണോ അതോ ആര്യാടൻ ഷൗക്കത്തിന്റെ നിലപാടാണോ? ഇതിൽ ഏതിനാണ് മുൻതൂക്കം കിട്ടുക? ഒരുപക്ഷെ ഇപ്പോൾ ഡാൻ പറഞ്ഞതനുസരിച്ച് അല്ലെങ്കിൽ അനുമോദ് AP അനിൽകുമാറിനോട് ചോദിച്ച ഇവിടെ നിന്ന് ആരെങ്കിലും ഇടതുപക്ഷത്തേക്ക് പോകുമോ എന്നത് ആര്യാടൻ ഷൗക്കത്തിലേക്കാണോ വിരൽ ചൂണ്ടുന്നത്? എങ്ങനെയാണ് അവിടുത്തെ ചർച്ചകൾ പുരോഗമിക്കുന്നത്? ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നത് പ്രാദേശിക തലത്തിൽ ഈ രണ്ട് സൈഡിൽ നിന്ന് ഇത്ര ഒരേ നിലപാടിൽ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഇവിടെ നിലമ്പൂരിലെ സാഹചര്യം എല്ലാ അർത്ഥത്തിലും UDF-ന് അനുകൂലമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള പ്രശ്നം പരിഹാരമില്ലാതെ നീളുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ആര്യാടൻ ഷൗക്കത്തിന് നേതൃത്വവുമായിട്ടുള്ള ബന്ധം. കാലങ്ങളായിട്ട് ആര്യാടൻ നിലമ്പൂരിൽ പ്രവർത്തന പരിചയമുള്ള പാരമ്പര്യമുള്ള വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും ആര്യാടൻ്റെ അണികളുണ്ട്. മാത്രമല്ല ജില്ലയിലെ തന്നെ വലിയ ഒരു വിഭാഗം ആര്യാടനെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചവരുമുണ്ട്. മറുവശത്ത് ജോയിയുടെ കാര്യത്തിൽ ഏറ്റവും അധികം സമ്മർദ്ദം ചെലുത്തുന്നത് PV അൻവറാണ് എന്നുള്ളതാണ്. അങ്ങനെ അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസിലെ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളിൽ അൻവർ ഇത്രത്തോളം സമ്മർദ്ദം ചെലുത്തുന്നത് ഒരു വലിയ വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒന്നും ദഹിക്കുന്ന കാര്യമല്ല. അവരതിനെതിരെ രംഗത്തെത്തിയിട്ടുമുണ്ട്. അതാണ് ഇവിടെ ഒരു ജോയിക്ക് വേണ്ടി അൻവർ സമ്മർദ്ദം കൂടുതൽ ചെലുത്തുന്നതാണ് ഇവിടെ ജോയിക്ക് വിനയാവുന്ന ഒരു സാഹചര്യം തീർക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ അനിൽകുമാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും അൻവർ ഈ ഒരു നിലപാട് തന്നെ ആവർത്തിക്കുകയായിരുന്നു. താൻ മുൻപ് എന്തുകൊണ്ടാണ് ജോയിയെ പിന്തുണച്ചത്, ജോയി വേണമെന്ന് പറഞ്ഞത്, ആ കാര്യം UDF നേതൃത്വം മനസ്സിലാക്കണം, കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണം എന്ന് അദ്ദേഹം ആവർത്തിക്കുമ്പോൾ ജോയിക്ക് പിന്നിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുന്നു പറയുകയാണ്. അങ്ങനെ ഒരു പാർട്ടിയിൽ ഇല്ലാത്ത, മുന്നണിയിലില്ലാത്ത ഒരാളുടെ സ്വാധീനത്തിന് ഇപ്പോൾ വഴങ്ങേണ്ടതുണ്ടോ എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്തിന് അവസരം ലഭിച്ചാൽ അത് ഈ ഘട്ടത്തിൽ വലിയ പരാജയഭീതിയില്ലാതെ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. മറിച്ച് ജോയി ആണെങ്കിൽ ഒരുപക്ഷെ ആര്യാടൻ ഷൗക്കത്തിന്റെ വിഭാഗം വിട്ടുനിൽക്കുകയോ അത് ഇടതുപക്ഷം ഉപയോഗപ്പെടുത്തുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അത്തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ അൻവർ ജോയിക്ക് വേണ്ടി നടത്തുന്ന സമ്മർദ്ദം അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് അനുകൂലമാവുന്ന സാഹചര്യത്തിന് പകരം പ്രതികൂലമാവുന്ന ഒരവസ്ഥ തീർക്കുന്നുണ്ടോ എന്ന ഒരു വിലയിരുത്തലാണ് നമുക്കിപ്പോൾ ഘട്ടത്തിൽ നടത്താൻ കഴിയുക. പ്രത്യേകിച്ച് അൻവറിന്റെ പരസ്യ പ്രസ്താവനകൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അലോസരപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് തീർത്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട നിരീക്ഷണമുള്ളത്, അൻവർ ഒറ്റയ്ക്ക് നിലമ്പൂരിൽ മത്സരിച്ചാൽ ലഭിക്കുന്ന വോട്ടുകൾ അത് ഒരുപക്ഷെ അൻവറിന് നേടാൻ കഴിയും. പക്ഷെ അത് അൻവർ മത്സരിക്കാതെ പ്രചരണത്തിലിറങ്ങുമ്പോൾ നേടാൻ കഴിയുമോ എന്ന ചോദ്യം അതും കോൺഗ്രസിൻ്റെ ഒരു ഭാഗം ഉയർത്തുന്നുണ്ട്. അതായത് അൻവറിന്റെ സ്വാധീനം അത് ഈ പറയുന്ന അത്ര ഉണ്ടാകുമോ എന്ന സംശയം കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ വെച്ചു പുലർത്തുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിലെ വലിയ ഒരു വിഭാഗം ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി നിലകൊള്ളുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ്. പക്ഷേ ജോയിയും തൻ്റെതായ
ബന്ധങ്ങൾ ഉപയോഗിച്ചും അല്ലെങ്കിൽ തൻ്റെതായ സൗഹൃദങ്ങളൊക്കെ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി സമ്മർദ്ദത്തിനായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അൻവറിൻ്റെ സമ്മർദ്ദപ്പെടുത്തൽ ജോയിക്ക് ഗുണം ചെയ്യുമോ അതോ തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്നും. ഏറ്റവും അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉള്ളപ്പോഴും നിലമ്പൂരിൽ UDF വിയർക്കുകയാണ്. PV അൻവറോ ആര്യാടൻ ഷൗക്കത്തോ ആരുടെ നിലപാടിനാണ് കൂടുതൽ കനം കൂടുതൽ, ആർക്കാണ് നേതൃത്വം വഴങ്ങുക, അവർ തമ്മിലുള്ള പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നതാണ് ഇപ്പോൾ UDF ഉറ്റുനോക്കുന്ന കാര്യം. അതിനിടയിൽ എങ്ങനെ ലാഭമുണ്ടാക്കാം എന്ന് LDFും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട്. അപ്പോൾ നിലമ്പൂരിൽ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് കാര്യങ്ങൾ ഇതുപോലെ സംഭവബഹുലമായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. നിലമ്പൂരിൽ ഇക്കുറിയും സ്വതന്ത്ര പരീക്ഷണങ്ങൾ തുടരാനുള്ള ആലോചനയിലാണ് LDF ഉള്ളത്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് UDFൽ ഇപ്പോഴുള്ള ഈ അതൃപ്തിയൊക്കെ മുതലെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് LDF. അതല്ലെങ്കിൽ പാർട്ടിയിലെ യുവമുഖങ്ങൾക്കാകും പരിഗണന. UDFന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ VS ജോയ്, ആര്യടൻ ഷൗക്കത്ത് എന്നീ 2 പേരുകളിൽ മാത്രം കേന്ദ്രീകരിച്ചു തുടരുമ്പോൾ LDF ലക്ഷ്യമിടുന്നത് ഈ തർക്കങ്ങളുടെ തുടർച്ചയിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെയാണ്. UDF അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷമാകാം ഇക്കാര്യത്തിൽ തീരുമാനങ്ങളെന്നാണ് LDF നിലപാട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതോടെ UDFൽ നിന്നും ഒരു വിഭാഗം വിമതരായി നിന്നേക്കുമെന്ന കണക്കുകൂട്ടലും LDFനുണ്ട്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ആരെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പക്ഷേ ഇടതുപക്ഷം നൽകുന്നില്ല. UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള മത സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചാകും LDFന്റെ സ്ഥാനാർത്ഥി നിർണയം. നിലമ്പൂർ സ്വദേശി കൂടിയായ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് മത്സരിക്കാനില്ല എന്ന നിലപാടിലാണ്. മുൻ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗ നേതാവ് മാത്യു സെബാസ്റ്റ്യൻ, DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീർ, CPM ജില്ലാ കമ്മിറ്റി അംഗം VM ഷൗക്കത്തലി എന്നിവരുടെ പേരുകളാണ് ചർച്ചയിൽ ഉയർന്നു കേൾക്കുന്നത്. BJPയും തങ്ങളുടെ വോട്ട് ബാങ്ക് ശക്തമാക്കാനുള്ള നീക്കത്തിലാണ്. മാറിയ സാഹചര്യത്തിൽ ക്രിസ്തീയ വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാൻ ഷോൺ ജോർജിനെ രംഗത്തിറക്കുന്നതുവരെ BJPയുടെ ആലോചനയിലുണ്ട്. അതല്ലെങ്കിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ച നവ്യ ഹരിദാസാണ് സാധ്യതാ പട്ടികയിലുള്ള മറ്റൊരു പേര്. ന്യൂസ് 18 മലപ്പുറം. CPMും ഈ വിഷയത്തിൽ ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തയാഴ്ച ഉണ്ടാകുമെന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സ്വാഭാവികമായും ചർച്ചയാക്കും. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും പ്രാഥമിക ചർച്ചകൾ ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി ആര് എന്ന കാര്യത്തിലും അറിയേണ്ടതുണ്ട് നിലപാട്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഒന്ന്, പുതിയ പ്രൈവറ്റ് സെക്രട്ടറി ആരായിരിക്കും, അത് കൃത്യമായ ഒരു ആകാംക്ഷയുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ നിലമ്പൂരിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന CPMന്റെ ആലോചന. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? ശ്രീജ, ഈ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളും ഇന്നത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിശദമായ ചർച്ചകൾക്ക് വഴിവെക്കും. അതായത് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഏത് പേരിലേക്ക് എത്തണം, അതോ UDFന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നറിഞ്ഞതിന് ശേഷം മാത്രം അന്തിമമായൊരു തീരുമാനത്തിലേക്ക് എത്തിയാൽ മതിയോ എന്ന കാര്യത്തിലടക്കം ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിശദമായ ചർച്ചകൾ നടക്കും. വിവിധ പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ ആ പേരുകൾക്ക് അപ്പുറത്തേക്ക് UDFലെ അസ്വാരസ്യങ്ങൾ മുതലെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം കൂടി ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യത്തിൽ വിശദമായ ചർച്ചകൾ ഇന്ന് നടക്കാനിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി മാറിയ KK രാഗേഷിന്റെ പകരക്കാരനെ തേടുന്നതടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാകുമെന്നറിയുന്നത്. കാരണം സർക്കാരിന്റെ അവസാന വർഷമാണ്. മുഖ്യമന്ത്രി ഓഫീസ് വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന വർഷമാണ്. അതുകൊണ്ട് തന്നെ KK രാഗേഷിന്റെ പകരക്കാരനായി പരിചയസമ്പന്നനായ ഒരാളെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാക്കിക്കൊണ്ട് ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള ഒരു ഇടപെടൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് കൂടി സ്വീകാര്യനായ, പാർട്ടിക്ക് മുഴുവൻ സ്വീകാര്യനായ ഒരാളെ പാർട്ടി അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് വിശദമായ ചർച്ചകൾ നടക്കും. ഈ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളായിരിക്കും ഇന്നത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വരിക എന്നാണ് സൂചന. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവി ആരാകും? ആകാംക്ഷ നിറയുകയാണ്. പുതിയ പോലീസ് മേധാവിയെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. സംസ്ഥാന സർക്കാർ അയച്ച 6 പേരുടെ പട്ടികയിൽ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണ് ഈ 6 പേരുടെ പട്ടികയുള്ളത്. ഇതിൽ 3 പേരുടെ പേര് കേന്ദ്രം തിരിച്ചയക്കും. അതിൽ നിന്ന് ഒരാളെയാകും സംസ്ഥാന പോലീസ് മേധാവിയായി തെരഞ്ഞെടുക്കുക. നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം, സുരേഷ് രാജ് പുരോഹിത്, MR അജിത് കുമാർ. ഈ പേരുകളാണ് സംസ്ഥാനം കേന്ദ്രത്തിനയച്ചത്.
ഇതിൽ 3 പേരുകൾ കേന്ദ്രം തിരിച്ചയക്കും. അതിലൊരാൾ സംസ്ഥാന പോലീസ് മേധാവിയാകും. സീനിയോറിറ്റി അനുസരിച്ച് 1ഉം 2ഉം സ്ഥാനത്തുള്ളത് നിതിൻ അഗർവാളും റവാഡ ചന്ദ്രശേഖറുമാണ്. 2 പേർക്കും പോലീസ് മേധാവിയാകാൻ താൽപര്യവുമുണ്ട്. BSF ചുമതലയുണ്ടായിരുന്നപ്പോൾ വീഴ്ച വരുത്തിയതിന് നിതിൻ അഗർവാളിനെ ഡെപ്യൂട്ടേഷൻ കാലാവധി പൂർത്തിയാകുന്നതിനു മുൻപ് കേന്ദ്രം കേരളത്തിലേക്ക് തിരിച്ചയച്ചിരുന്നു. പട്ടികയിൽ 6ാമതുള്ള MR അജിത്കുമാറിന് അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ വിജിലൻസ് അന്വേഷണ സംഘം ക്ലീൻചിറ്റ് നൽകിയെങ്കിലും കോടതിയിൽ കേസ് അവസാനിച്ചിട്ടില്ല. സാധ്യത വളരെ വിരളമാണെങ്കിലും കേന്ദ്രത്തിന്റെ പട്ടികയിൽ അജിത് കുമാർ എത്തിയാൽ പോലും കോടതിയിൽ കേസ് നിലനിൽക്കുന്നത് തിരിച്ചടിയാകും. സീനിയോറിറ്റിയിൽ 3ാമതുള്ള യോഗേഷ് ഗുപ്തയ്ക്കും സാധ്യത കൽപ്പിക്കുന്നുണ്ട്. TP സെൻകുമാറിന് ശേഷം ഒരു മലയാളി പോലും പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒഴിവാക്കപ്പെട്ട സെൻകുമാർ നിയമ പോരാട്ടം നടത്തിയാണ് വീണ്ടും പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തിയത്. ലോക്നാഥ് ബെഹ്റ, അനിൽ കാന്ത്, നിലവിലെ DGP ഷേഖ് ദർവേഷ് സാഹിബ്. സെൻകുമാറിന് പിന്നാലെ വന്ന 3 മേധാവിമാരും മറ്റു സംസ്ഥാനക്കാരാണ്. നേരത്തെ പോലീസ് മേധാവി സ്ഥാനത്തെത്തുമെന്ന് കരുതിയ മലയാളികളായ A. ഹേമചന്ദ്രൻ, R. ശ്രീലേഖ, ഉടൻ വിരമിക്കുന്ന പത്മകുമാർ എന്നിവർ ഏറ്റവും ഉയർന്ന പദവിയിലെത്താതെ പോയ മലയാളികളുടെ പട്ടികയിലുമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. വായ്പക്കാരൻ അറിയാതെ ആധാരമെടുത്ത് മറ്റൊരു വായ്പ തട്ടിയെന്ന പരാതിയിൽ സസ്പെൻഷനിലായ KSFE ജീവനക്കാരൻ രാജീവിനെതിരെ വേറെയും തട്ടിപ്പ് പരാതി. KSFE ആലപ്പുഴ ഈവനിംഗ് ബ്രാഞ്ചിൽ വായ്പയ്ക്ക് ഈടായി നൽകിയ ആധാരം ഉടമയറിയാതെ എടുത്ത രാജീവ് കലവൂർ ബ്രാഞ്ചിൽ ഭാര്യയുടെ പേരിലുള്ള മറ്റൊരു ചിട്ടിക്ക് ഇത് ഈടായി നൽകിയെന്നാണ് പരാതി. വീടും പുരയിടവും ജപ്തി ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് കിട്ടുമ്പോഴാണ് ചായക്കട തൊഴിലാളികളായ രവീന്ദ്രനും കുടുംബവും തട്ടിപ്പറിയുന്നത്. ന്യൂസ് 18 ഫോളോ അപ്പ്. KSFEയിൽ ഈടായി നൽകിയ ആധാരം ഉടമയറിയാതെ ജീവനക്കാരനായ രാജീവ് 30 ലക്ഷം രൂപയ്ക്ക് സ്വന്തം ചിട്ടിക്ക് ജാമ്യമായി ഉപയോഗിച്ച് കലവൂർ സ്വദേശി സുമയ്ക്ക് ജപ്തി നോട്ടീസ് വന്നതിന് പിന്നാലെയാണ് തെളിവടക്കമുള്ള പുതിയ പരാതി ന്യൂസ് 18 പുറത്തുവിടുന്നത്. KSFEയുമായി ബന്ധപ്പെട്ട മറ്റൊരു തട്ടിപ്പിന്റെ വിവരമാണ് ഇപ്പോൾ ആലപ്പുഴ കലവൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഈ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന അച്ഛനും അമ്മയും KSFEയിൽ നിന്ന് വായ്പ എടുക്കുന്നതിന് വേണ്ടി നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ അതേയാൾ, അതായത് KSFEയിൽ ജീവനക്കാരനായ രാജീവിന് തങ്ങളുടെ ആധാരം നൽകിയിരുന്നു. അതിനുശേഷം ഇവർ വലിയ തട്ടിപ്പിന് ഇരയായി എന്നുള്ളതാണ്. ഇവർ പോലും അറിയാതെ പലയിടങ്ങളിലും ഇവരുടെ ആധാരം ഉപയോഗിക്കപ്പെട്ടു. ഒപ്പം തന്നെ പല ഇടങ്ങളിൽ നിന്നും ജപ്തി നോട്ടീസ് വന്നു. 8 ലക്ഷം രൂപ വായ്പയെന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ 15 ലക്ഷം രൂപയ്ക്ക് ബാധ്യതക്കാരാണ് ഇവരെന്ന് കാണിച്ചാണ് KSFEയുടെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്ന് ഇവർക്ക് നോട്ടീസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വീട് നിർമ്മാണത്തിനായി 8 ലക്ഷം രൂപ വായ്പ നൽകാമെന്ന് പറഞ്ഞാണ് രാജീവ് ബന്ധുവും മാപ്പൂർ സ്വദേശിയുമായ രവീന്ദ്രൻ, ഭാര്യ മണിക്കുട്ടി എന്നിവർ താമസിക്കുന്ന 10 സെന്റ് പുരയിടത്തിന്റെ ആധാരം ഈടായി വാങ്ങുന്നത്. വായ്പയായി 8 ലക്ഷം രൂപ KSFEയിൽ നിന്ന് രവീന്ദ്രന്റെ അക്കൗണ്ടിലേക്ക് നൽകുകയും ചെയ്തു. മാസ തിരിച്ചടവായി 12,000 രൂപ തന്റെ കൈവശം തന്നാൽ മതിയെന്ന് KSFEയുടെ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റ് കൂടിയായ രാജീവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ വഴിക്ക് 8 ലക്ഷം രൂപയും തിരിച്ചടച്ചു. പിന്നീടാണ് തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ നിർധന കുടുംബം അറിയുന്നത്. ഞങ്ങള് 8 ലക്ഷം രൂപ മരുമകന് വീട് വെക്കാനായി എടുത്തു കൊടുത്തു. അത് എന്റെയും ഭർത്താവിന്റെയും പേരിലുള്ള വസ്തുവാണ്. ആ 8 ലക്ഷം രൂപ ഞങ്ങൾ തിരികെ അടച്ചു നൽകുകയും ഇപ്പോൾ KSFEയിൽ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ 15 ലക്ഷം രൂപ അടക്കണമെന്നും പറയുന്നു. ഞങ്ങൾ 8 ലക്ഷം രൂപ മാത്രമേ കൈപ്പറ്റിയിട്ടുള്ളൂ. KSFEയിൽ അടക്കാനായി നൽകിയ തുകയിൽ തിരിമറി നടന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. മാത്രമല്ല, ജീവനക്കാരൻ കൂടിയായ രാജീവിന്റെ അമ്മ, ഭാര്യ എന്നിവരുടെ പേരിൽ വിവിധ പണമിടപാടുകൾക്ക് ഈടായി ആധാരം ഉപയോഗിച്ചതായി കണ്ടെത്തുകയും ചെയ്തു. കലവൂർ ബ്രാഞ്ചിലെ പ്രിയാമോയുടെ പേരിലും രാജീവിന്റെ ഭാര്യയുടെ പേരിലും രാജീവിന്റെ ഭാര്യയുടെ പേരിലും ചിട്ടി എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതുകൂടാതെ KSFE ഈവനിംഗ് ബ്രാഞ്ചിൽ ലോണിന് ഈടായി നൽകിയ ആധാരം എങ്ങനെ തങ്ങളറിയാതെ കലവൂർ ശാഖയിൽ രാജീവിന്റെ ഭാര്യയുടെ പേരിലുള്ള ചിട്ടിക്ക് ഈടായി ഉപയോഗിച്ചു എന്ന ചോദ്യവും കുടുംബം ഉന്നയിക്കുന്നു. വിവിധ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ ചേർന്നുള്ള വലിയ തട്ടിപ്പാണ് നടക്കുന്നതെന്ന്
കുടുംബം വിജിലൻസ് നൽകിയ പരാതിയിൽ പറയുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും കൂടി ഇതിന് കൂട്ടുണ്ട്. അവൻ തന്നെയായ നടക്കത്തിൽ ഇത്രയും തുക എടുക്കാനായിട്ട്. അപ്പൊ അവരെയും കൂടെ വിശ്വസിച്ച് അവരും കൂടി കൂടിയാണ് ഈ പണി ഇവൻ ചെയ്തിരിക്കുന്നത്. വേറെ ബ്രാഞ്ചുകൾക്ക് ഇതിന് പങ്കുണ്ട്? ഉണ്ട്, എല്ലാ ബ്രാഞ്ചുകൾക്കും ഉണ്ട്. കലവൂർ ബ്രാഞ്ചിലും ഉണ്ട്, ഈവൻ ബ്രാഞ്ചിലുള്ളവർക്ക് ഇതിന് കൂട്ടുണ്ട്. അവരെല്ലാവരും കൂടെ കൂടിയാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഞങ്ങൾ പാവപ്പെട്ടവരല്ലേ, നമുക്ക് എന്ത് വന്നാലും ചോദിക്കാനും പറയാനും ആരുമില്ല. അടച്ച 8 ലക്ഷം നഷ്ടമായെന്ന് മാത്രമല്ല 15 ലക്ഷത്തോളം രൂപ ബാധ്യതക്കാർ കൂടിയായി മാറിയിരിക്കുകയാണ് ചായക്കട തൊഴിലാളിയായ രവീന്ദ്രനും ഭാര്യയും. കലൂരിലും പറയും, ഇവൻ ബ്രാഞ്ചിൽ ചെല്ലാൻ പറയും, ഇവനിങ് ബ്രാഞ്ചിൽ ചെല്ലുമ്പോൾ പറയും, റീഗൽ ഓഫീസിൽ ചെല്ലാൻ പറയും, അവിടെ ചെല്ലുമ്പോൾ പറയും പിന്നെയും കലൂരും. അങ്ങനെ അങ്ങോട്ട് ഒരുപാട് ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് KSBക്കാർ നടത്തിയിട്ടുണ്ട്. ഈ വെയിലത്തെയാണ് ഞങ്ങൾ എല്ലാവരും രണ്ടുപേരും കൊണ്ട് നടക്കണം. ഞങ്ങൾ ആരോട് പറയാനാണ്? ഇവനെ വിശ്വസിച്ചും കൊണ്ടാണ് ഞങ്ങൾ പ്രമാണം കൊടുത്തത്. ഉദ്യോഗസ്ഥരോട് ചതിക്കുക. അതല്ലേ അവിടെ ചെല്ലുമ്പോൾ ഇവിടെ വരാൻ, ഇവിടെ ചെല്ലുമ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറയും. അവൻ സപ്പോർട്ടായിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോഴേ പറയും അവർ വരുന്നുണ്ട്. ഞങ്ങൾ സംസാരിച്ച് പോയ പുറകെ പിന്നെ അമ്മ ഈ മാമൻ വന്നിട്ടുണ്ടെന്ന് ഉടനെ തന്നെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ വിളിച്ച് പറയും. അതേസമയം ക്രമക്കേട് നടത്തിയ രാജീവിനെ സസ്പെൻഡ് ചെയ്തതായി KSFE MD ഡോക്ടർ സാനിൽ ന്യൂസ് 18നോട് പറഞ്ഞു. ഈവനിംഗ് ബ്രാഞ്ചിൽ നൽകിയ ആധാരം കലവൂർ ബ്രാഞ്ചിൽ എങ്ങനെ ഉടമയറിയാതെ എത്തിയെന്നതിൽ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തട്ടിപ്പ് നടത്തിയവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും KSFE MD ന്യൂസ് 18നോട് പ്രതികരിച്ചു. അതിന്റെ ബേസിലായിരിക്കും ഞങ്ങൾ അന്വേഷണം നടത്തുക. ആ അന്വേഷണമായിരിക്കും ഈ തരത്തിലേക്ക് പുരോഗമിക്കുക. എന്തായാലും അത് ഞാൻ പരിശോധിക്കും. നിങ്ങൾ ആ പറഞ്ഞതിനകത്ത് 3 മാസമായിട്ട് വിജിലൻസ് പരാതി കൊടുത്തിട്ട് അന്വേഷണം നടത്തിയാണോ എന്നുള്ളതിനെ പരിശോധിക്കണം. പക്ഷെ എന്റെ ശ്രദ്ധയിൽ ഇത് വന്നിരിക്കുന്നത് 1 മാസം മുന്നേ പരാതി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 1 മാസം മുന്നേ ഉള്ള പരാതികളാണെന്നുണ്ടെങ്കിൽ അത് യുക്തിസഹമായ അന്ത്യത്തിലേക്ക് കടക്കുന്നത്. അതായത് KSFE എന്നുള്ള സർക്കാർ സ്ഥാപനത്തെ ആശ്രയിച്ച് വായ്പയ്ക്കായി വന്ന ഒരു 2 ആളുകളാണ് ഇപ്പോൾ ചതിക്കപ്പെട്ടിരിക്കുന്നത്. അതിലൊരു ജീവനക്കാരൻ മാത്രം ഉൾപ്പെട്ടതല്ല, രാജീവ് എന്ന ജീവനക്കാരൻ മാത്രം ഉൾപ്പെട്ടതല്ല ഈ ഒരു റാക്കറ്റ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ ആധാരം പലയിടങ്ങളിലായി വായ്പയ്ക്ക് ഈടായി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അക്കാര്യം ഉദ്യോഗസ്ഥരെ, കലവൂർ ബ്രാഞ്ചിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ ചൂണ്ടിക്കാട്ടിയപ്പോൾ അവർ അത് മറച്ചു വെക്കുന്നതിനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ലീഗൽ നടപടികളിലേക്ക് അത് നീങ്ങിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് കൂട്ടായ ഒരു റാക്കറ്റിന്റെ ഭാഗമായാണ് ഈ പാവപ്പെട്ടവർ കബളിപ്പിക്കലിന് ഇരയായിട്ടുള്ളതെന്നാണ്. തീർച്ചയായും സർക്കാർ സ്ഥാപനമാണ്, സർക്കാർ കൂടി ഇവർക്ക്, ഈ പാവപ്പെട്ട മനുഷ്യർക്ക് സംഭവിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ആലപ്പുഴ കലവൂർ ആപ്പൂരിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ശരണ്യ, ഇത് ആദ്യത്തെ സംഭവം വന്നപ്പോൾ നമ്മൾ കരുതുന്നത് സ്വാഭാവികമായി ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, ഇതൊരു പക്ഷേ കൂടുതൽ വ്യാപകമായി തന്നെ നടന്നിട്ടുണ്ടാകും എന്നതിലേക്കാണ് സൂചനകൾ പോകുന്നത്. പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരാണ്. ഒരു പക്ഷേ ഇത് മനസ്സിലായിട്ട് പോലും ഉണ്ടാവില്ല, ഇത് എങ്ങനെ സംഭവിച്ചു, എന്ത് സംഭവിച്ചു എന്ന് പോലും തിരിച്ചറിയാത്തവരും ഇക്കൂട്ടത്തിൽ ഉണ്ടായേക്കും. ഈ രണ്ടാമത്തെ കേസ് കൂടി പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു പക്ഷേ അവിടെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ നടക്കുന്ന ആസൂത്രിതമായൊരു തട്ടിപ്പാണ് എന്നതിലേക്കാണോ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത്? ശ്രീജ, നമ്മൾ ഇന്നലെ കണ്ടത് കലവൂർ സ്വദേശിയായ സുമയാണ്. ഇവരെല്ലാവരും തന്നെ ഇന്നിപ്പോൾ കണ്ട വ്യക്തി എന്ന് പറയുന്നത്, ഈ രവീന്ദ്രൻ എന്ന് പറയുന്നത് ഈ തട്ടിപ്പ് നടത്തിയ KSFE ജീവനക്കാരനായ വ്യക്തിയുടെ അടുത്ത ബന്ധു കൂടിയാണ്. അതായത് എല്ലാവരിലും ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം സാധാരണക്കാരായ ആളുകളാണ് തട്ടിപ്പിനിരയായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഈ രാജീവ് എന്ന് പറഞ്ഞ വ്യക്തിയെ വിശ്വസിച്ച് തങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുകയും KSFEയുടെ ഓഫീസുകൾ ഈവനിംഗ് ബ്രാഞ്ചിലാണ് ഇപ്പോൾ നമ്മൾ കണ്ട ആളുകൾ വായ്പയ്ക്കായി സമീപിച്ചിരിക്കുന്നത്. ഈ KSFEയുടെ ആലപ്പുഴയിലെ ഈവനിംഗ് ബ്രാഞ്ചിലാണ്. ആ ബ്രാഞ്ചിൽ ചെന്ന് ഒപ്പിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കണ്ട ആളുകളൊന്നും തന്നെ വലിയ ധാരണയുള്ളവരോ അങ്ങനെയുള്ള ആളുകളൊന്നുമല്ല, എല്ലാവരും സാധാരണക്കാരാണ്. ഇദ്ദേഹം നമ്മളിപ്പോൾ കണ്ട രവീന്ദ്രൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഇവിടെ ആലപ്പുഴയിൽ ഒരു ചായക്കട, വഴിയരികിൽ ഒരു ചായക്കട നടത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ഹൃദ്രോഗി ആയതുകൊണ്ട് ജോലി ചെയ്യാൻ പോകാത്തൊരവസ്ഥയാണ്. അങ്ങനെ കൂടെയുള്ള ഭാര്യ
മണിക്കുട്ടിയാണെങ്കിൽ അവർ കൂലിവേല ചെയ്താണ് ഇപ്പോൾ ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിന്റെ ആധാരമാണ് അവരാണ് 15 ലക്ഷം 8 ലക്ഷം രൂപ അവർ തിരിച്ചടച്ചിട്ടും 15 ലക്ഷം രൂപ വായ്പ അവർ തിരിച്ചടക്കണമെന്ന് പറഞ്ഞ KSFയിൽ നിന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം അളക്കുന്നതിനായി റവന്യൂ റിക്കവറി നടപടികൾക്ക് വന്നപ്പോഴാണ് തങ്ങൾ ഇത്രയും വലിയൊരു കുരുക്കിലാണ് എന്നുള്ള വിവരം അവർ അറിയുന്നത്. ഇവര് 8 ലക്ഷം രൂപ വായ്പ എടുത്ത ഇവർ പറയുന്നത് പ്രകാരം കലവൂരിന്റെ SBI ശാഖയിലേക്ക് KSFയിൽ നിന്നും 8 ലക്ഷം രൂപ ഇവരുടെ വായ്പയായി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരുടെ നമ്മൾ ആ രേഖകൾ പരിശോധിച്ചപ്പോൾ അവരുടെ ആ ഒരു ഡോക്യുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 11 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വായ്പ വന്നിട്ടുണ്ട്. ഇതിൽ ഇവർക്ക് കിട്ടിയിട്ടുള്ളത് 8 ലക്ഷം രൂപ മാത്രമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഇവർ ഈ 15 ലക്ഷം തങ്ങളെ തിരിച്ചടച്ചിട്ടും എങ്ങനെയാണ് ഈ തങ്ങൾക്ക് ജപ്തി നോട്ടീസ് വന്നതെന്ന് അന്വേഷിക്കാൻ ഈവനിംഗ് ബ്രാഞ്ചിൽ എത്തിയപ്പോഴാണ് ഇവർക്ക് ഈ തട്ടിപ്പ് തിരിച്ചറിഞ്ഞെന്നുള്ളതാണ് ആ കുടുംബം പറയുന്നത്. അവർ പറയുന്നത് തങ്ങളുടെ പേരിൽ ഈവനിംഗ് ബ്രാഞ്ചിൽ ആധാരത്തിന്റെ കുറിച്ചുള്ള വിശദാംശങ്ങൾ വിവരാവകാശം മുഖേന അവരോട് ചോദിച്ചപ്പോൾ ഇവിടെ മാത്രമല്ല കലവൂർ ബ്രാഞ്ചിലും നിങ്ങളുടെ ആധാരം ഉപയോഗിച്ച് ഈടായി നൽകിക്കൊണ്ട് അവിടെയും ചിട്ടി പിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. അതിൽ ബാധ്യതയുണ്ട് എന്നുള്ള വിവരവും ഇവർക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ കലവൂർ ബ്രാഞ്ചിൽ എത്തി അന്വേഷിക്കുമ്പോഴാണ് രാജീവിന്റെ ഭാര്യയുടെ പേരിൽ അവിടെയും ചിട്ടിക്ക് ഈടായി നൽകിയിരിക്കുന്നത് ഈ ഇവരുടെ ആധാരമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. ഇതിനകത്ത് രാജീവ് അല്ലെങ്കിൽ ആലപ്പുഴയിലെ KSF ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇവരെല്ലാവരും തന്നെ അവിടെ വന്ന് ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. അതായത് ഈ ഈടായി നൽകുന്ന ആധാരം നൽകുന്നതിന് വേണ്ടി ഒപ്പ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇവരെല്ലാവരും തന്നെ സാധാരണക്കാരാണ്. ഇവരോട് ഈ ലോണിന്റെ പ്രൊസീജിയറിന്റെ ഭാഗമായി അവിടെ ഇവരുടെ സ്വന്തം വായ്പയുടെ ഭാഗമായി അവിടേക്ക് എത്തണം എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് തങ്ങളോട് എന്തായാലും 10 സെന്റ് കിടപ്പാടം മാത്രമുള്ള അതിലകത്ത് 8 ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്ന് പറയുന്ന ഒരു കുടുംബം അവരെന്തായാലും അവരുടെ ആധാരം മറ്റൊരാൾക്കായി കൊടുക്കില്ലല്ലോ. അങ്ങനെ ചെന്നിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾക്കായി ചെന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തെളിവായി ഇവർക്കെതിരെ ഉപയോഗിക്കാനുള്ള ശ്രമം രാജീവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാൻ കഴിഞ്ഞു. കാരണം മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ താൻ വർക്ക് ചെയ്യാത്ത ഒരു ശാഖയിൽ ഉണ്ടായിരുന്ന ഡോക്യുമെന്റുകൾ ഇയാൾ കളക്ട് ചെയ്തുകൊണ്ട് വന്നു. അതായത് കരുതി കൂട്ടി അത്തരത്തിലൊരു തയ്യാറെടുപ്പ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റ് ശാഖയിൽ നിന്നുള്ള ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്തിട്ട് ഇവർക്ക് പേപ്പറുകൾ പോയിട്ടുണ്ട് എന്നുള്ള സംഭവങ്ങൾ ഒക്കെ തീർത്തിട്ടാണ് മണ്ണഞ്ചേരി സ്റ്റേഷനിൽ എത്തിയത്. അപ്പോൾ തന്നെ അന്വേഷണ സംഘത്തിന് അതിനകത്ത് ചില സംശയങ്ങൾ തോന്നി. എങ്ങനെയാണ് ഇത് കൃത്യമായി ഇയാൾ ശേഖരിച്ച് വെച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഇതുണ്ടായി. അങ്ങനെയാണ് FIR ഇവിടെ വീഴുകയും ചെയ്യുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട മനുഷ്യർ ഓരോ ശാഖകളിൽ കയറി ഇറങ്ങുകയാണ്. ഈവനിംഗ് ബ്രാഞ്ചിൽ ചെല്ലുമ്പോൾ കലവൂർ ചെല്ലാൻ പറയുന്നു. കലവൂർ ചെല്ലുമ്പോൾ അവരെ രേഖാമൂലം ഈ വിശദാംശങ്ങൾ നൽകുന്നില്ല. അതായത് ഒരു പേപ്പറിൽ കണക്കുകൾ എഴുതി കൊടുക്കുന്നതിനപ്പുറത്തേക്ക് രേഖാമൂലം നിങ്ങളുടെ ആധാരം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് വ്യക്തമായ ആ ബാധ്യതയെ സംബന്ധിച്ച കണക്കുകൾ അവർക്ക് നൽകുന്നില്ല എന്നതൊക്കെയുള്ള പ്രശ്നങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ ഈ 15 ലക്ഷം ഇവർ വീടും എന്നുള്ളതാണ്. അത് ജപ്തി നോട്ടീസ് കൈപ്പറ്റി നമ്മുടെ മുന്നിലിരുന്ന് കരയുകയാണ് ആ കുടുംബാംഗങ്ങൾ. അവർ പറയുന്നത് തങ്ങളുടെ ആധാരം അതായത് കലവൂർ ശാഖയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി തങ്ങൾ എവിടെയും ഒപ്പിട്ട് നൽകിയിട്ടില്ല, അതെങ്ങനെ വന്നു എന്നുള്ളത് ഉദ്യോഗസ്ഥർ. തീർച്ചയായും ശരണ, ഇന്നലെ നമ്മൾ ചോദിച്ചത് എങ്ങനെയാണ് മറ്റൊരു ലോണിന് ഈടായി അല്ലെങ്കിൽ മറ്റൊരു ചിട്ടിക്ക് ഈടായി എങ്ങനെയാണ് ഒരു അവരുടെ ആധാരം സുമയുടെ ആധാരം ഉപയോഗിച്ചതെന്നാണെങ്കിൽ ഇത് മറ്റൊരു ബ്രാഞ്ചിൽ എങ്ങനെയാണ് തങ്ങളുടെ ആധാരം പോയതെന്ന് ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് KSFE ആണ്. അങ്ങനെ ഒരു ആധാരം അവിടെ വിശ്വസിച്ചേൽപ്പിച്ച ആധാരം എങ്ങനെയാണ് മറ്റൊരിടത്ത് ഉപയോഗിച്ചത് എന്നതിന് പൂർണ്ണമായും ഉത്തരവാദിത്വം പറയേണ്ടത് KSFE ആണ്, സർക്കാരാണ്, ധനവകുപ്പാണ്. അതിൽ കൃത്യമായ ഒരു പ്രതികരണം നമുക്ക് ഇന്നത്തെ ദിവസം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ തേടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പറയുന്നത്. ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമായി വേണം കാണാൻ. ഇതിന് സമാനമായ തട്ടിപ്പുകൾ ഇനിയും നടന്നിട്ടുണ്ടാകും എന്നത് ഉറപ്പാണ്. പാവപ്പെട്ട മനുഷ്യന്മാരാണ്. അവർക്കൊരു പക്ഷേ ഇത് എവിടെ പോയി പറയണമെന്ന് പോലും അറിയാതെ നിസ്സഹായാവസ്ഥയിൽ ഇരിക്കുകയായിരിക്കും. അങ്ങനെയെങ്കിൽ കൂടുതൽ കേസുകൾ ഇതിന് സമാനമായ രീതിയിൽ ഉണ്ടോ എന്നത് കൂടി അറിയേണ്ടതുണ്ട്. ശരണ്യാണ് വിശദമായ ഈ വാർത്തയുടെ വിവരങ്ങൾ ഇന്നലെയും ഇന്നുമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോളുടെയും മക്കളുടെയും സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് ചെറുകര സെയിന്റ് മേരീസ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ ഇന്നത്തെ സംസ്കാര ചടങ്ങുകൾ ഒരു വശത്ത്, ഒപ്പം ഇന്നലെ വീട്ടിൽ ജിസ്മോളുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേരുമോ? ഫോൺ പിടിച്ചു വെച്ചു, അങ്ങനെ പല പല വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ. എന്തൊക്കെ പരാതികളാണ് ഇപ്പോൾ കുടുംബം കൂടുതലായി ഉന്നയിക്കുന്നത്?
തീർച്ചയായും ഗാർഹിക പീഡനം അതിന്റെ പരിധിയിൽ വരുന്ന ഒരുപാട് ആരോപണങ്ങൾ തന്നെയാണ് കുടുംബം ഉന്നയിക്കുന്നത്. അത് ഇന്നലെയും ജിസ്മോളുടെ സഹോദരൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും ഈ ഫോൺ പിടിച്ചു വെക്കുന്ന അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. മാത്രമല്ല മിനിയാന്ന് രാത്രിയാണ് ജിസ്മോളുടെ ചേച്ചി വിദേശത്ത് നിന്ന് എത്തിയത്. അവരോട് പല കാര്യങ്ങളും ജിസ്മോൾ പറഞ്ഞിട്ടുണ്ട്. അച്ഛനോടും സഹോദരനോടും ഒന്നും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ദുഃഖമുണ്ടാകും എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയരുതെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. ഇന്നലെ അത്തരം കാര്യങ്ങൾ കൂടി മൊഴിയായി വന്നിട്ടുണ്ട് പോലീസിന് മുന്നിൽ. തീർച്ചയായും ഈ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള കുറഞ്ഞ സ്ത്രീധനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള അസ്വസ്ഥതകളും പ്രശ്നങ്ങളും തുടങ്ങി നിരവധി ശാരീരിക പീഡനം വരെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതി. സ്വാഭാവികമായിട്ട് പോലീസിന് കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കേണ്ടി വരും. മാത്രമല്ല കേസിന്റെ നിലനിൽപ്പിന് വേണ്ടി കൂടുതൽ തെളിവുകൾ പോലീസിനെ സംബന്ധിച്ച് ഹാജരാക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും വൈകാതെ ഇത് സംബന്ധിച്ച് ഉണ്ടാകും. ഇന്ന് എന്തായാലും സംസ്കാര ചടങ്ങുകൾക്കുള്ള സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കുകയാണ്. ഇരു കുടുംബങ്ങളും തമ്മിലുണ്ടായ ധാരണ പ്രകാരം ഈ ഭർത്താവിന്റെ വീടിന്റെ ഇടവക പള്ളിയുടെ പാരിഷ് ഹാളിൽ രാവിലെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. ഏതാണ്ട് അല്പസമയത്തിനുള്ളിൽ ഏതാണ്ട് 9 മണിയോടുകൂടി മൃതദേഹം ഇവിടെ പൊതുദർശനത്തിന് വെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അവിടെ 1 മണിക്കൂറായിരിക്കും പൊതുദർശനം ഉണ്ടാകുക. അതിനുശേഷം നേരത്തെ പറഞ്ഞ ചെറുകര പള്ളിയിലേക്ക് ജിസ്മോളുടെ വീടിന് സമീപത്തുള്ള ക്നാനായ പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ വീട്ടിൽ കൊണ്ടുപോകും. അതിനുശേഷം പള്ളിയിൽ സംസ്കാരം. 3 മണിക്കാണ് സംസ്കാരം ഉള്ളത്. എന്തായാലും നിരവധി വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ട ഒരു കേസാണ്. അത് പോലീസ് അന്വേഷണത്തിലൂടെയാണ് പുറത്തു വരേണ്ടത്. ഈ മരണത്തിൽ തന്നെ സംശയം കുടുംബത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ CCTV അടക്കമുള്ളവ പരിശോധിച്ച് കൂടുതൽ വ്യക്തത വരുത്തി കൂടുതൽ വകുപ്പുകൾ ചേർക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ശ്രീജ. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ജിസ്മോളുടെയും മക്കളുടെയും സംസ്കാര ചടങ്ങുകൾ ഇന്നാണ് നടക്കുക. അതിദാരുണമായൊരു സംഭവമാണ്. ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്, അഭിഭാഷകയാണ്. അങ്ങനെ ഒരു സ്ത്രീ ഈ പിഞ്ചു മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന സ്ഥിതിയിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എത്തിയത് എന്നത് അറിയേണ്ടതുണ്ട്. ഇനി നമ്മൾ ഈ ദിവസത്തെ വളരെ സ്പെഷ്യലായി ആഘോഷിക്കുന്ന ചിലർക്കുള്ള ആശംസകളിലേക്കാണ് പോകുന്നത്. ആദ്യം കൊല്ലം പള്ളിമുക്കിലുള്ള ഷെർബി താജിന്റെയും ഭാര്യ ബീമയുടെയും 10ാം വിവാഹ വാർഷികമാണ് ഇന്ന്. ആശംസകളുമായി ദുആയും ദീനുമാണ്. ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ ഷെർബിക്കും ബീമയ്ക്കും. ഞങ്ങളുടെ സഹപ്രവർത്തകൻ ന്യൂസ് 18 കേരളം പാലക്കാട് ബ്യൂറോയിലെ വീഡിയോ ജേർണലിസ്റ്റ് പ്രജിത് കോങ്ങാടിന്റെയും ലിജിയുടെയും 13ാം വിവാഹ വാർഷികമാണ് ഇന്ന്. ആശംസകളുമായി മകൻ അനുഷുറും ഒപ്പം ഞങ്ങൾ എല്ലാവരും പ്രജിത്തിനും ലിജിക്കും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷികാശംസകൾ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തക ശരണ്യ കൃഷ്ണയുടെ മകൾ നാട്യ സുമേഷിന്റെ 7ാം പിറന്നാളാണ് ഇന്ന്. നാട്യക്കുട്ടിക്ക് ഞങ്ങളുടെയൊക്കെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ നാട്യ. ഗ്രീഷ്മയുടെ പിറന്നാളാണ് ഇന്ന്. കൊല്ലം കടക്കൽ സ്വദേശിയാണ് ഗ്രീഷ്മ. ന്യൂസ് 18 ഓഫ് പ്ലാറ്റ്ഫോം ഡെസ്കിലെ മൾട്ടിമീഡിയ പ്രൊഡ്യൂസർ വിനീഷിന്റെ ഭാര്യയാണ് ഗ്രീഷ്മ. ഹാപ്പി ബർത്ത്ഡേ ഗ്രീഷ്മ. ദുബായിലുള്ള അനീന എലിസബത്ത് ജോബിന്റെ 14ാം പിറന്നാളാണ് ഇന്ന്. തേനൂട്ടി എന്നാണ് അനീനയെ എല്ലാവരും വിളിക്കുന്നത്. ആശംസകളുമായി റാന്നിയിൽ നിന്ന് മുത്തശ്ശനും മുത്തശ്ശിയും ബന്ധുക്കളും ഒപ്പം ഞങ്ങൾ എല്ലാവരും അനീനയ്ക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. അപ്പോൾ നമ്മൾ പതിവ് പോലെ വാർത്തകളിൽ നിന്ന് ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇനി പോലീസ് പെട്രോളിന്റെ സമയമാണ്. അതിനുശേഷം നമുക്ക് മറ്റു വാർത്തകളുമായി മടങ്ങിയെത്താം.